ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു പഴയ നൊസ്റ്റാൾജിക് ഫീലുള്ള കറിയാണ് ആക്കുന്നത്, പപ്പടക്കറി. അപ്പോൾ അതിന് വേണ്ടിയുള്ള നാളികേരം വറുത്തു. നാളികേരത്തിൽ ഞാനിട്ടത് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു അല്ലി കറിവേപ്പിലയും. എന്നിട്ട് പിന്നെ പപ്പടം ഞാനിങ്ങനെ മുറിച്ച് കാച്ചിയെടുത്തു കേട്ടോ. ഇങ്ങനെ കാച്ചിയെടുത്ത എണ്ണയിലേക്കാണ് ഇനി ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിനി ചെറിയുള്ളി ഒരു 10 എണ്ണം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ഒരു റെഡ് കളർ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചത്. 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്തു. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അത് കാരണം 1/2 ടീസ്പൂണേ ചേർത്തുള്ളൂ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത്രയും പൊടികളാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി കരിയാതെ നോക്കണം, സിമ്മാക്കി വെച്ചിട്ട് വേണം ഇത് ആഡ് ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് എല്ലാം ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് ഇത് ആക്കി കൊടുക്കുക, ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഈ നാളികേരം മുന്നേ വറുത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളികേരം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നന്നായിട്ട് തിളയ്ക്കണം, നല്ല പോലെ വെട്ടി തിളയ്ക്കണം. അപ്പോൾ ജാറ് കഴുകിയ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ചേർക്കരുത്. ഇതൊരു കുറുകിയ കറിയായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഞാൻ കുറച്ച് വെള്ളമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയാണ് ആക്കിയെടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത്, ഞാൻ കുറച്ച് മറന്നുപോയി, അപ്പോൾ ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കിത് തിളച്ച് വരുന്ന കണ്ടില്ലേ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പപ്പടം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 പപ്പടമാണ് കേട്ടോ വറുത്തെടുത്തത്. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഈ കറിയിൽ കിടന്നിട്ട് ഈ പപ്പടം ഒന്ന് പുതർന്ന് വരും. അപ്പോൾ ഈ കറി ഒന്ന് കുറുകും. അപ്പോൾ ഇനി ഇത് ഞാൻ ഓഫാക്കുകയാണ്. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തൂക്കി കൊടുത്തു, അതുപോലെ കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നമുക്ക് കഴിക്കാം, ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ. നല്ല അടിപൊളി കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടെന്ന് പറയണം. താങ്ക് യു.